മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠഭാഗത്തിലെ 2ാമത്തെ യൂണിറ്റിലെ പുതിയൊരു പാഠവുമായിട്ടാണ്. ഓക്കെ, ദ ബോയ് ഹൂ ഹാർനസ്ഡ് ദ വിൻഡ്. ഓക്കെ, വില്യം കാംക്വാബ ആൻഡ് ബ്രയാൻ മീലർ കോ-ഓതേർഡ് ചെയ്തിട്ടുള്ള രണ്ടുപേരും കൂടി ഒരുമിച്ച് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്, ഒരു കഥയാണ്, ഒരു സ്റ്റോറിയാണ് ദ ബോയ് ഹൂ ഹാർനസ്ഡ് ദ വിൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം പാഠഭാഗത്തോട്ട് കിടക്കാം. In a small village in Malawi, a poor country in Africa, people had no money for lighting their homes. So the villagers, most of them small farmers, went to bed as soon as night fell. But for William, a young boy, darkness was the time for dreams. He dreamed of putting together things and taking them apart. Okay, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ്. ഒന്നും കൂടി നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ എ സ്മാൾ വില്ലേജ് ഇൻ മാലവി. ഓക്കെ, മാലവി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം. പുവർ കൺട്രി ഇൻ ആഫ്രിക്ക, ആഫ്രിക്കയിലെ ഒരു പുവറായിട്ടുള്ള കൺട്രിയാണ്. പുവർ എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ? പുവർ എന്ന് പറഞ്ഞാൽ ഏറ്റവും പാവം പിടിച്ച ദരിദ്രമായിട്ടുള്ള ഒരു കൺട്രിയാണ് ആഫ്രിക്കയിലെ. പീപ്പിൾ ഹാഡ് നോ മണി ഫോർ ലൈറ്റിംഗ് ദെയർ ഹോംസ്. അവിടുത്തെ ആൾക്കാർക്ക് എന്തില്ല? അവരുടെ വീട് ലൈറ്റിംഗ് ദെയർ ഹോംസ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രിഫൈ ചെയ്യാനുള്ള വീടുകളൊന്നും ഇലക്ട്രിഫൈ ചെയ്തിരുന്നില്ല, അതിനുള്ള കാശൊന്നും അവർക്കുണ്ടായിരുന്നില്ല. പീപ്പിൾ ഹാഡ് നോ മണി, അവർക്കെന്തില്ല? കാശുണ്ടായിരുന്നില്ല. സോ ദ വില്ലേജേഴ്സ്, അപ്പോൾ ഈ ഗ്രാമക്കാർ എന്ത് ചെയ്തു? മോസ്റ്റ് ഓഫ് ദം സ്മാൾ ഫാർമേഴ്സ്. അപ്പോൾ ഈ ഗ്രാമക്കാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്? മോസ്റ്റ് ഓഫ് ദം സ്മാൾ ഫാർമേഴ്സ്. അവർ ഭൂരിഭാഗവും എന്തായിരുന്നു? ചെറിയ ചെറിയ കർഷകരായിരുന്നു. അപ്പോൾ ഈ വില്ലേജേഴ്സ് എന്ത് ചെയ്തു? വെൻറ്റ് ടു ബെഡ് ആസ് സൂൺ ആസ് നൈറ്റ് ഫെൽ. അപ്പോൾ അവരെന്ത് ചെയ്തു? നേരം ഇരുട്ടാകുമ്പോഴേക്കും അവരൊക്കെ എന്ത് ചെയ്യും? കിടക്കാൻ പോകും അല്ലേ? വെൻറ്റ് ടു ബെഡ്, അവർ ഉറങ്ങാൻ കിടക്കും. ബട്ട് ഫോർ വില്യം, എന്തുകൊണ്ടാണ് അവർ ഉറങ്ങാൻ കിടക്കുന്നത്? എന്താണ് അല്ലേ? അവർക്ക് കറണ്ടില്ല, വീട്ടിൽ കറണ്ടില്ല, അതുകൊണ്ട് അവർ വേഗം പോയിട്ട് എന്ത് ചെയ്യും? കിടക്കും. ബട്ട് ഫോർ വില്യം, പക്ഷേ നമ്മുടെ വില്യം ആരാ? വില്യമാണ് നമ്മുടെ ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം കേട്ടോ. അപ്പോൾ ബട്ട് ഫോർ വില്യമിന് എന്താണ്? പക്ഷേ യങ് ബോയ്, വില്യം ആരാണ്? ഒരു യങ് ബോയ് ആണ്, ചെറിയ കുട്ടിയാണ്. ഡാർക്ക്നെസ് വാസ് ദ ടൈം ഫോർ ഡ്രീംസ്. ഡാർക്ക്നെസ് എന്തായിരുന്നു? അവന് സ്വപ്നം കാണാനുള്ള സമയമായിരുന്നു. ഡാർക്ക്നെസ്, ഇരുട്ട്. വാസ് ദ ടൈം ഫോർ ഡ്രീംസ്. ഡ്രീംസ് എന്താ? സ്വപ്നങ്ങൾ അല്ലേ? അപ്പോൾ അവന് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ അവൻ ഉറങ്ങില്ല, അവനതൊരു സ്വപ്നം കാണാനുള്ള ഒരു സമയമായിരുന്നു. ഹീ ഡ്രീംഡ് ഓഫ് പുട്ടിങ് ടുഗദർ തിങ്സ് ആൻഡ് ടേക്കിംഗ് ദം അപ്പാർട്ട്. അവൻ എന്താണ് സ്വപ്നം കണ്ടത്? പുട്ടിങ് ടുഗദർ തിങ്സ്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്താണ്? ഒരുമിച്ച് കൂട്ടുന്നത്, അതിനെ എന്ത് ചെയ്യുന്നത്? അത് ഒരുമിച്ച് കൂട്ടുകയും അതിനെ പറിച്ചു മാറ്റുകയും അതിനെ വേർപ്പെടുത്തുന്നതൊക്കെ അവന് സ്വപ്നം കണ്ടു. എന്താ എന്ത് പറഞ്ഞാൽ എന്താ? അവനെന്താ പണിയെന്ന് വെച്ചാൽ അവന് ഇപ്പോൾ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? ഇതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇപ്പോൾ നമുക്ക് അവന് റേഡിയോയിൽ അവൻ പാട്ട് കേൾക്കുന്നുണ്ട്, ഇനി കഥയിൽ വരുന്നുണ്ട്. അപ്പോൾ അവൻ എവിടെ നിന്നാണ് ഈ പാട്ട് കേൾക്കുന്നത് എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ആലോചിക്കുകയാണ്, ആരാണ് ഈ പാടുന്നത് ഈ റേഡിയോൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എന്നിങ്ങനെ അവൻ ആലോചിക്കുകയാണ്. അപ്പോൾ അവൻ എന്ത് കിട്ടിയാലും അവൻ എന്ത് ചെയ്യും? അതൊന്ന് പറിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കും. നമ്മളല്ലേ കുട്ടികൾ, നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യാറില്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. വൈ ഡിഡ് ദ വില്ലേജേഴ്സ് ഗോ ടു ബെഡ് ഏർലി? അതാ ഒരു ചോദ്യമാണ് അവിടെ, സൈഡ് ക്വസ്റ്റ്യൻ കണ്ടോ? വൈ ഡിഡ് ദ വില്ലേജേഴ്സ് ഗോ ടു ബെഡ് ഏർലി? എന്തുകൊണ്ടാണ് വില്ലേജേഴ്സ് നേരത്തെ കിടന്നുറങ്ങിയത്? എന്തുകൊണ്ടാണ്? പീപ്പിൾ ഹാഡ് നോ മണി ഫോർ ലൈറ്റിംഗ് ദെയർ ഹോംസ് അല്ലേ? പുവർ കൺട്രി ഇൻ ആഫ്രിക്ക. മാലവി എന്ന് പറയുന്നത് എന്താണ്? ഒരു പുവർ കൺട്രി ഇൻ ആഫ്രിക്കയാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് എന്തില്ല? പീപ്പിൾ ഹാഡ് നോ മണി ഫോർ ലൈറ്റിംഗ് ദെയർ ഹോംസ്. സോ ദ വില്ലേജേഴ്സ് വെൻറ്റ് ടു ബെഡ് ആസ് സൂൺ ആസ് നൈറ്റ് ഫെൽ. People had no money for lighting their homes, so the villagers went to bed as soon as night fell. അതാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. അവരെന്ത് ചെയ്തു? അവർക്ക് വീടൊന്നും ഇലക്ട്രിഫൈ ചെയ്യാനുള്ള കാശില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? എത്രയും വൈകുന്നേരം ആകുമ്പോഴേക്കും അവരെന്ത് ചെയ്യും? നേരത്തെ പോയി കിടക്കും. അതാണ് അതിൻ്റെ ഉത്തരം. ഇനി അടുത്ത ഒരു പാരഗ്രാഫ് നോക്കൂ, അടുത്ത പാരഗ്രാഫ് കേട്ടോ. He kept toy trucks with wheels made of bottle caps under his bed. He was fascinated by music he heard on the radio. Where are the musicians and singers? He would wonder. He would crack open all the radios to find them. Okay. He could toy trucks with wheels made of bottle caps under his bed. He kept എന്ന് പറഞ്ഞാൽ എന്താ? kept എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു. കീപ്പ്, കെപ്റ്റ് എന്ന് വെച്ചാൽ സൂക്ഷിച്ചു. ഹീ കെപ്റ്റ്, അവൻ എന്ത് ചെയ്തു? സൂക്ഷിച്ചു വെച്ചു. ടോയ് ട്രക്സ് എന്ന് പറഞ്ഞാൽ, ടോയ് എന്ന് പറഞ്ഞാൽ എന്താ? കളിപ്പാട്ടം. ട്രക്സ് എന്ന് പറഞ്ഞാലോ ട്രക്സ് എന്ന് പറഞ്ഞാൽ ലോറികൾ. ടോയ് ട്രക്സ്, കളിക്കുന്ന ലോറികൾ എന്ത് ചെയ്തു?
അതിൻ്റെ വീൽ എങ്ങനെയാണ്? വിത്ത് വീൽസ് എന്ന് പറഞ്ഞാൽ ചക്രം. വിത്ത് വീൽസ് മെയ്ഡ് ഓഫ് ബോട്ടിൽ ക്യാപ്സ്. ബോട്ടിൽ എന്ന് പറഞ്ഞാൽ കുപ്പി, ക്യാപ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടപ്പ്, അതായത് കുപ്പിയുടെ അടപ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചക്രമുള്ള ട്രക്സ് എന്ത് ചെയ്തു? ലോറികൾ, ടോയ് ട്രക്സ് അവൻ എന്ത് ചെയ്തു? അവൻ്റെ ബെഡിൻ്റെ അണ്ടറിൽ കൊണ്ടുവച്ച്. ഹി വാസ് ഫാസിനേറ്റഡ് ബൈ മ്യൂസിക് ഹി ഹിയർഡ് ഓൺ ദ റേഡിയോ. എന്താണ് ഫാസിനേറ്റഡ് പറഞ്ഞാൽ? വെരി ഇൻട്രസ്റ്റഡ് അല്ലേ? ഭയങ്കര എക്സൈറ്റഡ് ആണ് അവന്. ഹി വാസ് ഫാസിനേറ്റഡ്, വെരി ഇൻട്രസ്റ്റഡ് ആണ് അവന്. എന്തിൽ? ബൈ മ്യൂസിക്, ആ മ്യൂസിക് കൊണ്ട്. ഹി ഹിയർഡ് ഓൺ ദ റേഡിയോയിൽ നിന്നും കേൾക്കുന്ന ആ മ്യൂസിക്കിൽ അവൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. വേർ ആർ ദ മ്യൂസീഷ്യൻ ആൻഡ് സിംഗേഴ്സ്? എവിടെയാണ് ഈ പാടുന്ന മ്യൂസീഷ്യൻസും സിംഗേഴ്സൊക്കെ? ഈ മ്യൂസിക് ഉണ്ടാക്കുന്നവരും പാടുന്ന ആൾക്കാർക്ക് എവിടെയാണ്? പാട്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ അത് എവിടുന്നാണ് വരുന്നതെന്ന് അറിയില്ല. ഹി വുഡ് വണ്ടർ, അവൻ എന്ത് ചെയ്തു? അത്ഭുതപ്പെട്ടു അല്ലേ? ഹി വുഡ് ക്രാക്ക് ഓപ്പൺ ദ റേഡിയോസ് ടു ഫൈൻഡ് ദം. എന്താ ക്രാക്ക് ചെയ്യുക പറഞ്ഞാൽ? ബ്രേക്ക് ചെയ്യുക അല്ലേ? അത് പൊട്ടിച്ചെടുക്കുക. ഹി വുഡ് ക്രാക്ക് ഓപ്പൺ ഓൾഡ് റേഡിയോസ് ടു ഫൈൻഡ് ദം. അങ്ങനെ അവൻ എന്ത് ചെയ്തു? ഈ ഓൾഡ് റേഡിയോ ഒക്കെ പൊട്ടിച്ചെടുത്ത് നോക്കി അതിൻ്റെ ഉള്ളിൽ മനുഷ്യന്മാരൊക്കെ ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണ് അവന്. ഓക്കെ, മനസ്സിലായോ? വൈ ഡിഡ് വില്യം ക്രാക്ക് ഓപ്പൺ ഓൾഡ് റേഡിയോസ്? എന്തുകൊണ്ടാണ് അവന് ഈ ഓൾഡ് റേഡിയോസൊക്കെ പൊട്ടിച്ച് തുറന്നു നോക്കിയത്? എന്തുകൊണ്ടാണ് അല്ലേ? എന്തുകൊണ്ടാണ്? ഹി വാസ് ഫാസിനേറ്റഡ് ബൈ മ്യൂസിക് ഹി ഹിയർഡ് ഓൺ ദ റേഡിയോ. അവന് ഈ മ്യൂസിക്കൊക്കെ കേൾക്കുന്നത് ഈ വെരി ഫാസിനേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. ഹി ഹിയർഡ് ഓൺ ദ റേഡിയോ, അതുകൊണ്ട് തന്നെ അവന് റേഡിയോയിൽ നിന്നും കേൾക്കുന്ന മ്യൂസിക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. സോ ഹി തിങ്ക് വേർ ആർ ദ മ്യൂസീഷ്യൻസ് ആൻഡ് സിംഗേഴ്സ്? അവൻ ആലോചിക്കുകയാണ് എവിടെയാണ് ഈ മ്യൂസീഷ്യൻസ് ആൻഡ് സിംഗേഴ്സ് ഒക്കെ. ഹി വുഡ് വണ്ടർ, അവൻ അത്ഭുതപ്പെട്ടു. സോ ഹി വുഡ് ക്രാക്ക് ഓപ്പൺ ഓൾഡ് റേഡിയോസ് ടു ഫൈൻഡ് ദം. സോ അവൻ എന്ത് ചെയ്തു? അവനത് ബ്രേക്ക് ചെയ്തു, ഓപ്പൺ ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ആ മ്യൂസീഷ്യൻസും സിംഗേഴ്സൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവനത് പൊട്ടിച്ചു നോക്കി അല്ലേ? അതിനാണ് അവൻ എന്ത് ചെയ്തത്? ഈ ഓൾഡ് റേഡിയോസ് ബ്രേക്ക് ചെയ്തത്, പൊട്ടിച്ചത് അല്ലേ? ഓക്കെ, അപ്പം അടിയിലൊരു ചെറിയ പാരഗ്രാഫും കൂടി, അതും കൂടി നോക്കൂ. ആസ് ഹി lay awake, his grandpa's tales of magic flashed through his mind. Ghost dancers in the stories seemed to twirl before his eyes. എന്താണ്? ആസ് ഹി ലേ അവേക്ക്, അവന് എന്ത് ചെയ്യാണ്? ആസ് ഹി ലേ അവേക്ക്, അവൻ ഉണർന്നുകൊണ്ടിരിക്കുമ്പോൾ ഹിസ് ഗ്രാൻഡ് പാസ് ടെയിൽസ് ഓഫ് മാജിക്, അവൻ്റെ മുത്തശ്ശൻ്റെ ടെയിൽസ് എന്ന് പറഞ്ഞാൽ സ്റ്റോറീസ്, ടെയിൽസ് ഓഫ് മാജിക് അത്ഭുത കഥകളുടെ എന്താണ്? അവൻ്റെ മുത്തശ്ശൻ്റെ അത്ഭുത കഥകൾ എന്ത് ചെയ്തു? ഫ്ലാഷ്ഡ് ത്രൂ ഹിസ് മൈൻഡ്. ഫ്ലാഷ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? മിന്നി മറയുക അല്ലേ? ഫ്ലാഷ്ഡ് ത്രൂ ഹിസ് മൈൻഡ്, അവൻ്റെ മൈൻഡിലൂടെ, അവൻ്റെ മനസ്സിലൂടെ അതിങ്ങനെ മിന്നി മറഞ്ഞു. ഗോസ്റ്റ് ഡാൻസേഴ്സ് ഇൻ ദ സ്റ്റോറീസ് സീംഡ് ടു ടൂൾ ബിഫോർ ഹിസ് ഐസ്. ഗോസ്റ്റ് ഡാൻസേഴ്സ് ഇൻ ദ സ്റ്റോറീസ്, അപ്പോൾ ആ സ്റ്റോറിയിൽ എന്തുണ്ട്? ഗോസ്റ്റ് ഡാൻസേഴ്സ് ഉണ്ട്. ഗോസ്റ്റ് ഡാൻസേഴ്സ് ഇൻ ദ സ്റ്റോറീസ് സീംഡ് ടു ട്വീൾ ബിഫോർ ഹിസ് ഐസ്. ആ സ്റ്റോറിയിൽ അവൻ്റെ മുത്തശ്ശൻ പറഞ്ഞ കഥയിലെ ഗോസ്റ്റ് ഡാൻസേഴ്സൊക്കെ എന്താണ്? ഗോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രേതല്ലേ, സ്പിരിറ്റ്സ്. അപ്പോൾ ഗോസ്റ്റ് ഡാൻസേഴ്സ് അതിൽ കഥയിൽ എന്താണ്? മാജിക് കഥകളാണല്ലേ? മാജിക് കഥകളിൽ പല ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അതിൽ ഗോസ്റ്റ് ഡാൻസേഴ്സ് ഉണ്ടായിരുന്നു, ഡാൻസ് ചെയ്യുന്ന ഗോസ്റ്റുകൾ. ഇൻ ദ സ്റ്റോറീസ് സീംഡ് ടു ട്വീൾ ബിഫോർ ഹിസ് ഐസ്. അവന് എന്ത് തോന്നി? അത് അവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കിടന്നിട്ട് ഇങ്ങനെ കറങ്ങുന്ന പോലെ, തിരിയുന്നത് പോലെ അവന് തോന്നി. ട്വീൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്പിൻ ചെയ്യുക, ടേൺ അറൗണ്ട്. ട്വീൾ എന്ന് പറഞ്ഞാൽ സ്പിൻ ചെയ്യുക, തിരിയുക, കറങ്ങുക എന്നുള്ളതിനാണ് എന്ത് പറയുക? ട്വീൾ, TWIRL, ട്വീൾ എന്ന് പറഞ്ഞാൽ സ്പിൻ ചെയ്യുക ഓർ ടേൺ അറൗണ്ട്. അവൻ്റെ കണ്ണിൽ അതിങ്ങനെ കൺമുമ്പിൽ കടന്ന് തിരിയുന്നത് പോലെ അവന് തോന്നി എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ. As William worked in the field at dawn, he imagined he could see magical beings among the rows of maize. As trucks rumbled across the path, he wondered how their engines made them go. Okay, ഒന്നുകൂടി വായിക്കാം. ആസ് വില്യം വർക്ക്ഡ് ഇൻ ദ ഫീൽഡ് അറ്റ് ഡൗൺ. നമ്മുടെ വില്യം എവിടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പണിയെടുക്കുക. ഇൻ ദ ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫീൽഡ്, പാടത്തിലെ ഫീൽഡ്സ്. നമ്മൾ നെൽവയലിൽ എന്താ പറയുക? പാഡി ഫീൽഡ്സ് അല്ലേ? ഇവിടെ ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ പാടത്ത് അല്ലേ? അവന് എന്ത് ചെയ്യാണ്? വർക്ക് ചെയ്യാണ്. അറ്റ്
ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ, ഡേ ടൈം, പകൽ സമയത്ത് അല്ലേ. പകൽ സമയത്ത് നമ്മുടെ വില്യം ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഹീ ഇമാജിൻഡ്, അവൻ എന്ത് ചെയ്യാണ്, ഇമാജിൻ ചെയ്യാണ്, ഓരോന്ന് എന്ത് ചെയ്യാണ്, ആലോചിക്കുകയാണ്. ഹീ കുഡ് സീ മാജിക്കൽ ബീയിങ്സ് എമംഗ് ദ റോസ് ഓഫ് മൈസ്. മെയ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ചോളം അല്ലേ. മെയ്സ് എന്ന് പറഞ്ഞാൽ MEIZE, മെയ്സ് എന്ന് പറഞ്ഞാൽ ചോളം. He imagined he could see magical beings among the rows of maize. അവന് ഇമാജിൻ ചെയ്യാണ്, അവൻ എന്ത് ചെയ്യാൻ പറ്റും, he could see, അവന് കാണാൻ കഴിയും, മാജിക്കൽ ബീയിങ്സ്, മാജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, among the rows of maize. റോസ് എന്ന് പറഞ്ഞാൽ എന്താ, വരികൾ എന്തിൻ്റെ വരികളാണ്, നമ്മുടെ ചോളം ഇങ്ങനെ വരിയായി നട്ടിരിക്കുകയാണ്. അപ്പോൾ ആ റോസ് ഓഫ് മെയ്സിൻ്റെ ഇടയിൽ എന്ത് കാണാൻ പറ്റും, മാജിക്കലായിട്ടുള്ള എന്തൊക്കെയാണ് അവന് കാണാൻ പറ്റുന്നത് അവൻ ഇമാജിൻ ചെയ്യാണ്. ഇമാജിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അവൻ ആലോചിക്കുകയാണ്, ശരിക്കും അങ്ങനെ നടക്കുന്നില്ല കേട്ടോ. ആസ് ട്രക്സ് റംബിൾഡ് അക്രോസ് ദ പാത്ത്. ആസ് ട്രക്സ് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ, ലോറികൾ. റംബിൾഡ് എന്ന് പറഞ്ഞാൽ എന്താ, ക്രിയേറ്റ് എ കണ്ടിന്യൂസ് ലോ സൗണ്ട്സ്, ചെറിയ ശബ്ദം ഉണ്ടാക്കിങ്ങാണ്ട് ഇങ്ങനെ അക്രോസ് ദ പാത്ത്, എന്താണ്, ആ വഴികളിലൂടെ ഇങ്ങനെ അതിൻ്റെ ശബ്ദം ഉണ്ടാക്കിയാണ്ട് ലോറികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹി വണ്ടേർഡ് ഹൗ ദെയർ എൻജിൻ മെയ്ഡ് ദം ഗോ. അങ്ങനെ ലോറികൾ അവനിങ്ങനെ പാടത്ത് പണിയെടുക്കുകയായിരുന്നു. അപ്പോൾ അവനിങ്ങനെ ഓരോന്ന് ആലോചിക്കുകയാണ്, എന്താണ്, അവന് മാജിക്കലായിട്ടുള്ള തിങ്സൊക്കെ കാണാൻ പറ്റുന്ന ആലോചിക്കുകയാണ്. അപ്പോഴാണ് എന്ത് ചെയ്തത്, ട്രക്സ് എന്ത് ചെയ്തത്, റംബിൾ ചെയ്തുകൊണ്ട് ആ വഴിയിലൂടെ, പാത്ത് എന്ന് വെച്ചാൽ വഴിയിലൂടെ ഇങ്ങനെ പോയത്. റംബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ സൗണ്ട് ഉണ്ടാക്കിങ്ങാണ്ട്, ചെറിയ സൗണ്ട് ഉണ്ടാക്കി പോകുന്നതിനെയാണെന്ന് പറയാം, റംബിൾ ചെയ്ത് പോവുക. അവിടെ ട്രക്സ് എന്ത് ചെയ്ത് റംബിൾ ചെയ്ത് പോകുന്നുണ്ട്. ഹി വണ്ടേർഡ് ഹൗ ദെയർ എൻജിൻസ് മെയ്ഡ് ദം ഗോ. അവൻ അത്ഭുതപ്പെടുകയാണ്, എങ്ങനെയാണ് ഈ ലോറി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്, എങ്ങനെയാണ് അതിൻ്റെ എൻജിൻ, ഈ ലോറിയുടെ എൻജിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതൊക്കെ ആലോചിച്ചിട്ട് അവനിങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, അവിടെ ഒരു ചോദ്യമുണ്ട്, വാട്ട് ഡിഡ് വില്യം തിങ്ക് വെൻ ഹീ സോ ട്രക്സ് ക്രോസിംഗ് ദ പാത്ത്. എന്താണ് അവന് ആലോചിച്ചത്, അവന് ആ ട്രക്സ് ആ വഴിയിലൂടെ പാസ് ചെയ്ത് പോയപ്പോൾ നമ്മുടെ വില്യം എന്താണ് ചിന്തിച്ചത് എന്നാണ് ചോദ്യം. എന്താ ചിന്തിച്ചത്, അവൻ വണ്ടേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, അത്ഭുതപ്പെട്ടു അല്ലേ. ഹൗ ദെയർ എൻജിൻസ് മെയ്ഡ് ദം ഗോ, എങ്ങനെയാണ് അതിൻ്റെ എൻജിൻസ് ആ ലോറിയെ പോകാൻ അനുവദിക്കുന്നത്, എങ്ങനെയാണ് ആ എൻജിൻസ് കൊണ്ട് ആ ലോറി വർക്ക് ചെയ്യുന്നത് എന്നാണ് എന്ത് ചെയ്തത്, നമ്മുടെ വില്യം ചിന്തിച്ചത്. ആസ് ട്രക്സ് റംബിൾഡ് അക്രോസ് ദ പാത്ത് വില്യം വണ്ടേർഡ് ഹൗ ദെയർ എൻജിൻസ് മെയ്ഡ് ദം ഗോ. അതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. ഓക്കെ, ലുക്ക് വേർ യു ത്രോ യുവർ ഹോ ഹിസ് ഫാദർ വുഡ് ഷൗട്ട്, ഷേക്കിംഗ് ഹിം ഔട്ട് ഓഫ് ഹിസ് ഡ്രീമി തോട്ട്സ്. ലുക്ക് വേർ യു ത്രോ യുവർ ഹോ. നോക്ക്, നീ എവിടെയാണ് നിൻ്റെ ത്രോ എന്ന് പറഞ്ഞാൽ എന്താ, എറിഞ്ഞിരിക്കുക അല്ലേ. നീ എവിടേക്കാണ് നിൻ്റെ ഈ ഹോ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ, HOE എന്ന് പറഞ്ഞാൽ ഒരു ടൂളാണ് അല്ലേ. എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഗാർഡനിങ് അല്ലെങ്കിൽ ഫാം ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ കുഴിച്ചിടാനോ ഒക്കെ യൂസ് ചെയ്യില്ല, നമ്മൾ എന്തെങ്കിലും പ്ലാന്റ്സ് ഒക്കെ നടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഹോ എന്ന് പറയുന്നത്, ഒരു ടൂളാണ് കേട്ടോ. അപ്പം നീ അതെവിടെയാണെന്ന് ഇട്ടിരിക്കുന്നത് നോക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അച്ഛൻ അവനെ ഷൗട്ട് ചെയ്തു. ഹിസ് ഫാദർ വുഡ് ഷൗട്ട്, അവൻ്റെ അച്ഛൻ ഉച്ചത്തിൽ സംസാരിച്ചു. ഷേക്കിംഗ് ഹിം ഔട്ട് ഓഫ് ഹിസ് ഡ്രീമി തോട്ട്സ്, അവനിങ്ങനെ സ്വപ്നം കണ്ട് ആലോചിച്ച് ഓരോന്ന് നിൽക്കുകയായിരുന്നു അല്ലേ. ഡ്രീമി എന്ന് പറഞ്ഞാൽ സ്വപ്നം കണ്ടുകൊണ്ട്, ഡ്രീമി തോട്ട്സ് എന്ന് പറഞ്ഞാൽ സ്വപ്നതുല്യമായിട്ടുള്ള ചിന്തിച്ചുകൊണ്ട് അവനിങ്ങനെ നിൽക്കുമ്പോഴാണ് അവൻ്റെ അച്ഛൻ എന്ത് ചെയ്തത്, അവൻ്റെ അച്ഛൻ അവനെ പിടിച്ചാണ് കുലുക്കിയത് അല്ലേ. ഓക്കെ, അപ്പം നെക്സ്റ്റ് നോക്കിക്കോളൂ. But the magical beings of William's imagination could not bring rain. Without water, the angry sun scorched the fields. The farmers' prayers for rain went unanswered. The rows of maize turned into dust. Without food, Malavi began to starve. Soon William's father gathered the children and said, "From now on, we eat only one meal per day. Make it last." Okay, ആ ഒരു പാരഗ്രാഫും കൂടി നമുക്കിന്ന് നോക്കാം കേട്ടോ. എന്താണ് പറഞ്ഞത്, ബട്ട് ദ മാജിക്കൽ ബീയിങ്സ് ഓഫ് വില്യംസ് ഇമാജിനേഷൻ, വില്യമിൻ്റെ ചിന്തകളിലുള്ള ആ ഒരു മാജിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കും എന്ത് കഴിഞ്ഞില്ല, കുഡ് നോട്ട് ബ്രിങ് റെയിൻ, മഴ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. കുഡ് നോട്ട് ബ്രിങ് റെയിൻ. വിത്തൗട്ട് വാട്ടർ,
വെള്ളമില്ലാതെ എന്ത് ചെയ്തു? ദ ആംഗ്രി സൺ സ്കോർച്ച്ഡ് ദ ഫീൽഡ്സ്. സ്കോർച്ച് എന്ന് പറഞ്ഞാൽ എന്താ? സ്കോർച്ച്ഡ് എന്ന് പറഞ്ഞാൽ ബേൺഡ് ബൈ സൺ. സൂര്യൻ്റെ ഭയങ്കര ചൂട് കൊണ്ട് എന്ത് ചെയ്യുക? ഉരുകിപ്പോകൂലേ, അതിനെയാണ് സ്കോർച്ച്ഡ് എന്ന് പറയുക. എന്ന് വെച്ചാൽ ഇവിടെ എന്താ? ആംഗ്രി സൺ. ഇവിടെ സണ്ണ് ഭയങ്കര ദേഷ്യത്തിലാണെന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അത്രയും ചൂടാണല്ലേ, സൂര്യൻ്റെ ചൂട് അത്രയും ഉണ്ട് എന്നാണ് പറയുന്നത്. ആംഗ്രി സൺ സ്കോർച്ച്ഡ് ദ ഫീൽഡ്സ്. ദ ഫാർമേഴ്സ് പ്രയേഴ്സ് ഫോർ റെയിൻ. കർഷകർ എന്ത് ചെയ്തു? കർഷകരുടെ പ്രാർത്ഥനയ്ക്ക് ഫോർ റെയിൻ വെൻറ്റ് അൺആൻസേർഡ്. ദ ഫാർമേഴ്സ് പ്രയേഴ്സ് ഫോർ റെയിൻ വെൻറ്റ് അൺആൻസേർഡ്. കർഷകരുടെ പ്രാർത്ഥന ഫോർ റെയിൻ, മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള കർഷകരുടെ പ്രാർത്ഥന വെൻറ്റ് അൺആൻസേർഡ്. അതെന്ത് ചെയ്തു? ഉത്തരം ഇല്ലാതെയായി. അതിന് ഉത്തരം ഇല്ലാതെയായി. അൺആൻസേർഡ്. ആൻസർ ചെയ്യാന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടുക അല്ലേ. അൺആൻസേർഡ് പറഞ്ഞാലോ ഉത്തരം കിട്ടാതെയായി. അതായത് നമ്മുടെ കർഷകരൊക്കെ എന്ത് ചെയ്യാണ്? മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, പക്ഷെ അതിനൊന്നും ഉത്തരം കിട്ടിയില്ല. എന്ന് വെച്ചാൽ മഴ പെയ്തില്ല അല്ലേ. ദ റോസ് ഓഫ് മെയ്സ് ടേൺഡ് ഇൻ ടു ഡസ്റ്റ്. റോസ് ഓഫ് മെയ്സ് നമ്മൾ പറഞ്ഞു, ചോളങ്ങളൊക്കെ നിരനിരയായി നട്ടിട്ടുണ്ട് അല്ലേ. അതൊക്കെ എന്ത് ചെയ്തു? ടേൺഡ് ഇൻ ടു ഡസ്റ്റ്. അതൊക്കെ മണ്ണിലേക്ക് വീണു. എന്ന് വെച്ചാൽ എന്താ? അതൊക്കെ ഉണങ്ങി വാടി കരിഞ്ഞു പോയില്ലേ, അത്രയും ചൂടാണ്. വിത്തൗട്ട് ഫുഡില്ലാതെ എന്തായി? മാലവി ബിഗാൻസ് ടു സ്റ്റാർവ്. മാലവി എന്താ? മാലവി ഈസ് എ പുവർ കൺട്രി ഇൻ ആഫ്രിക്ക അല്ലേ. മാലവി എന്ത് ചെയ്തു? മാലവി എന്ന് പറയുന്ന ആ വില്ലേജിൻ്റെ പേരല്ലേ. മാലവി ബിഗാൻസ് ടു സ്റ്റാർവ്. മാലവി തുടങ്ങി ടു സ്റ്റാർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? സഫർ ഫ്രം ലാക്ക് ഓഫ് ഫുഡിൻ്റെ ഇല്ലായ്മ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുക അല്ലേ. എന്ന് വെച്ചാൽ എന്താ? വിശന്ന് വലയാൻ തുടങ്ങി. മാലവി ബിഗാൻസ് ടു സ്റ്റാർവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രാജ്യം മൊത്തത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? ഒരു നാട് മൊത്തത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? വിശക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ എന്താ? ആർക്കും ഭക്ഷണം ഇല്ലാണ്ടായി എന്ന്. ഓക്കെ. സൂൺ വില്യംസ് ഫാദർ ഗ്യാതേർഡ്. പിന്നീട് എന്ത് ചെയ്തു? വില്യമിൻ്റെ അച്ഛൻ എന്ത് ചെയ്തു? ഗ്യാതേർഡ് പറഞ്ഞാൽ എന്താ? ബ്രിങ് പീപ്പിൾ ടുഗദർ. ഒരുമിച്ച് കൂട്ടുക. ഗ്യാതേർഡ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുക. വില്യംസ് ഫാദർ ഗ്യാതേർഡ് ദ ചിൽഡ്രൻ ആൻഡ് സെഡ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കുട്ടികളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഫ്രം നൗ ഓൺ, ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യാണ്? വി ഈറ്റ് ഓൺലി 1 meal പെർ ഡേ. ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ എന്തേ ചെയ്യുള്ളൂ? 1 meal പെർ ഡേ. ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. മേക്ക് ഇറ്റ് ലാസ്റ്റ്. ഇത് അവസാനം വരെ ഇങ്ങനെ കൊണ്ടുപോകണം. ഓക്കെ. ഫ്രം നൗ ഓൺ വി ഈറ്റ് ഓൺലി 1 meal പെർ ഡേ, മേക്ക് ഇറ്റ് ലാസ്റ്റ്. ഇതാണ് നമ്മുടെ വില്യമിൻ്റെ അച്ഛൻ പറഞ്ഞത്. അതായത് 4 നേരം 3 നേരം ഒന്നും ഭക്ഷണമല്ല, ഒരു നേരം മാത്രം കഴിച്ചാൽ മതി. കാരണം എന്തില്ല, നമുക്ക് ഫുഡില്ല, കുറച്ച് ഫുഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അത്രയും കുറേ ദിവസം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ദിവസം ഒരു നേരമൊക്കെ കഴിച്ചാൽ മതി. എങ്ങനെയൊക്കെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഇത്ര മാത്രം കഴിച്ചാൽ മതി എന്ന് പറയാണ് ഫാദർ. അപ്പോൾ എന്താ? വാട്ട് ഡിഡ് വില്യംസ് ഫാദർ ഡു ടു ഹെൽപ്പ് ദ ഫാമിലി സർവൈവ്. എന്താണ് വില്യമിൻ്റെ അച്ഛൻ ചെയ്തത് ആ ഫാമിലി സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്? വില്യംസ് ഫാദർ എന്ത് ചെയ്തു? ഗ്യാതേർഡ്, വിളിച്ചു കൂട്ടിയത് ചിൽഡ്രൻ ആൻഡ് സെഡ്. അദ്ദേഹം എന്ത് ചെയ്തു? കുട്ടികളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഫ്രം നൗ ഓൺ വി ഈറ്റ് ഓൺലി 1 meal പെർ ഡേ, മേക്ക് ഇറ്റ് ലാസ്റ്റ്. ഇന്നു മുതൽ നമ്മൾ ഒരു നേരത്തിന് ഒരു ദിവസം ഒരു ഭക്ഷണം മാത്രമേ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചും കൂടി ഫുഡ് എന്ത് ചെയ്യാം? ഉള്ള ഭക്ഷണം എന്ത് ചെയ്യാം? കുറച്ചുകൂടി ദിവസത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഓക്കെ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള ഭാഗം എടുക്കാം.